Thank you, Jesus. Thank you, Jesus. Thank you, Jesus. What a wonderful presence of Jesus. Wherever there is presence of Jesus, there is joy. The name of Jesus gives joy. What a wonderful Jesus we have. All of those who are watching us all over the world, just close your eyes wherever you are, in your homes, in your offices. നിങ്ങളുടെ വീട്ടിലാകാം, ഓഫീസിലാകാം, കാറിലാകാം. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ഏകാഗ്രമാക്കുക. വീട്ടിലും ഓഫീസിലും ഒക്കെ ആയിരിക്കും. കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. We love you, Father. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. And Lord, we worship you. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. We worship you. Lift your hands and worship Jesus. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നു. Thank you, Jesus. യേശുവേ, നന്ദി. We love you, Lord. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു യേശുവേ. And Lord, we worship you. For you are holy, and your name is holy, Lord. For your name is holy. We love you. Holy Lord. And Lord, we worship you. Lord, we യേശുവേ, നന്ദി. We love you and rejoice in you. ഞങ്ങൾ കർത്താവെ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയിൽ ഞങ്ങൾ സന്തോഷിക്കും. Bless everyone who is watching us all around the world. ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, bless everyone who is standing over here. ഇന്ന് ഈ മീറ്റിംഗിൽ ഇവിടെ വന്നെത്തിയിരിക്കുന്ന മക്കളെയും അനുഗ്രഹിച്ചു. We give you all the glory in Jesus' name. എല്ലാ മഹത്വവും ബഹുമാനവും അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ. You may be seated. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. It is a great joy to see you again. നിങ്ങളെ ഏവരെയും വീണ്ടും ഭൗതികമായി നിങ്ങളുടെ മുഖം കാണാൻ പറ്റിയ എന്തൊരു സന്തോഷമാണ്. It is going to be 1 year since I stood over here. ഞാൻ ഇവിടെ ഈ നമ്മുടെ ആരാധിക്കുന്ന സ്ഥലത്ത് 1 വർഷത്തിന് ശേഷമാണ് ഞാൻ നിൽക്കുന്നത്. And of course I am visiting your homes every night. എനിക്കറിയാം, എല്ലാ രാത്രിയിലും ഇന്നർ ചേംബർ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഞാൻ വരുന്നുണ്ട്. I don't know how many of you are watching the inner chamber. നിങ്ങൾ എത്ര പേര് ഇന്നർ ചേംബർ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. Fan of it. Hallelujah. എത്ര പേര് കാണുന്നുണ്ടോ? അങ്ങനെ ഒരു സാധനമുണ്ട് രാത്രി 8:30. I am happy that many of you are watching, but 100 times more those who are not in the church are watching. നിങ്ങളെല്ലാവരും കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പക്ഷേ നമ്മുടെ സഭാ വിശ്വാസികളുടെ 100 മടങ്ങ് ആൾക്കാർ പുറത്തുള്ളവർ ഇന്നർ ചേംബർ കാണുന്നു. I have through all the years of walking with Jesus, എൻ്റെ ഈ ജീവിതകാലം മുഴുവൻ യേശു കർത്താവിൻ്റെ കൂടെ ഞാൻ നടന്നപ്പോൾ I have found out one thing: the more value you give to the word of God is you give value to God, everything in your life changes. ദൈവവചനത്തിന് ഏറ്റവും ബഹുമാനം കൊടുക്കുകയും അതിന് കൊടുക്കേണ്ട വില കൊടുക്കുകയും ചെയ്താൽ ആ ദൈവം തൻ്റെ വചനത്തിന് വില കൊടുത്തവൻ്റെ എല്ലാ മേഖലകളെയും മാനിക്കും. Hallelujah. Many a times we take it for granted that we are saved, we are baptized, so now we can go anywhere. No, the word is the food for the inner man. പലപ്പോഴും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം ആയി ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിക്കാറുണ്ട്. ഒരിക്കലുമല്ല. ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിൻ്റെ ആത്മീക ആഹാരമാണ് ദൈവവചനം. Yesterday night I shared in the inner chamber. ഇന്നലെ രാത്രി ഇന്നർ ചേംബറിൽ ഞാൻ പറഞ്ഞത് that many people get satisfied from enjoying God's best. ദൈവത്തിൻ്റെ ബെസ്റ്റ്
Satisfied. They are satisfied. They don't want to enjoy God's best. ഇന്ന് കിട്ടിയതിൽ സന്തോഷിക്കുക, പക്ഷെ ദൈവത്തിന്റെ ഏറ്റവും ഉത്തമമായത് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ളൊരു വാഞ്ചയില്ല. The seed of God is in us. ദൈവത്തിന്റെ വിത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. The word of God. അത് ദൈവവചനമാണ്. And I know that God's seed is superior than anything. ഒന്നെനിക്ക് ഉറപ്പാണ്, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ഈ വിത്ത് സകലത്തിന്റെയും മേളിലുള്ളതാണ്. So the possibilities that is in Christ is never explored even by believers. They expect God to do everything for them. യേശു ക്രിസ്തുവിലായൊരു വ്യക്തിക്ക് ക്രിസ്തുവിലുള്ള സാധ്യതകൾ ഇന്ന് വരെ ലോകത്തിൽ ഒരു വിശ്വാസിയും ആ സാധ്യതകളുടെ ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഒരു ഭാഗത്തും എത്തിയിട്ടില്ല. Heavenly Feast also has not ever seen what God is about to do. ദൈവം ഇനി ചെയ്യാൻ പോകുന്ന എന്തിനാ, ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഹെവൻലി ഫീസ്റ്റ് പോലും സ്വപ്നം പോലും കണ്ടിട്ടില്ല. We reached here, that itself we are amazed, but this is not enough. God is about to do something much, much greater. ഒന്നുമില്ലാത്തിടത്ത് ആരംഭിച്ച ഹെവൻലി ഫീസ്റ്റ് ഇന്ന് ഇവിടെ ഇത്രയുമായി നിൽക്കുമ്പോൾ വേണേ തൃപ്തിപ്പെടാം, ഇവിടെയൊക്കെ വന്നല്ലോ, നല്ല ഒന്നുമായിട്ടില്ല. We have 8 billion people on earth and we are going to reach them. ഈ ലോകത്തുള്ള 800 കോടിയിലധികം ജനങ്ങളുണ്ട്. അവരെ മുഴുവൻ സുവിശേഷവുമായി നമ്മൾ കാണാൻ പോവാം. We are going to reach them. ഹെവൻലി ഫീസ്റ്റ് ആ ജനങ്ങളെ സുവിശേഷവുമായി. I can already see that we are on the verge of breaking the ice to reach out to 800 million or 8 billion people on earth. 800 കോടി അധികമുള്ള ജനങ്ങളിൽ ഓരോ വ്യക്തികളെയും സുവിശേഷവുമായി സന്ധിക്കുവാൻ സഭ പോകുന്നതായി അതിന്റെ തടസ്സങ്ങൾ പൊട്ടിച്ചെഴുന്നേൽക്കുന്നത് ഞാൻ ഇപ്പോൾ തന്നെ കണ്ടോണ്ടാ നിൽക്കുന്നത്. In all the languages, all the nations, we will see Jesus preached in the most simple manner, where Jesus will become everyone's. യേശു ക്രിസ്തുവിനെ ഇതുവരെ പ്രസംഗിക്കപ്പെട്ടുള്ളതിൽ ഏറ്റവും ലാഘവത്തോടുകൂടെ സിമ്പിളായി ജനങ്ങളുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന നിലയിൽ ലോകം മുഴുവൻ നാം മുഖേന കർത്താവിന്റെ ഈ സിമ്പിൾ സുവിശേഷം പ്രസംഗിക്കപ്പെടും. I believe that in the next 5 years, Reach Worldwide is going to reach every corner of the earth, bigger than Red Cross Society. അടുത്ത 5 വർഷത്തിനകം റെഡ് ക്രോസ് സൊസൈറ്റി വലിയ സേവനമാണ് ചെയ്യുന്നത്, പക്ഷെ അവര് ചെയ്തതിനേക്കാൾ വലുത് ലോകത്തിന്റെ 5 വൻകരകളുടെ മൂല വരെയും ഹെവൻലി ഫീസ്റ്റിന്റെ റീച്ച് വേൾഡ് വൈഡ് റീച്ച് ചെയ്യും. Now these are dreams, these are vision. ഇത് ദർശനമാണ്, സ്വപ്നമാണ്. This is what God is speaking through me. That does not mean I can go and sleep. ഈ ദർശനം എന്നിലൂടെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ദർശനം കണ്ടിട്ട് പോയി ഉറങ്ങാനല്ല. This year also we have received a wonderful word from the Lord, the year of enlargement. വിശാലതയുടെ വർഷം ആയിരിക്കുമെന്ന ഈ വർഷത്തെക്കുറിച്ചുള്ള സന്ദേശം കർത്താവ് നമുക്ക് തന്നു. If you are following the inner chamber very closely, from January 1st till yesterday, we are just in the first part where God wants us to lift our eyes up to see the larger picture what God has kept. ഈ കഴിഞ്ഞ ഒരു വർഷമായി ഇന്നർ ചേംബർ നടക്കുമ്പോൾ, കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ വർഷത്തിലെ ദൂത് എങ്ങനെ നിവർത്തിക്കാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ആരംഭിച്ച ജനുവരി 1 മുതലുള്ള ഇന്നർ ചേംബറിന്റെ ആ സന്ദേശം കേൾക്കുമ്പോൾ, ആ ഡിസംബർ 31 പറഞ്ഞ എൻലാർജ്മെന്റ് ഉള്ള ദൂത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ അതായിത്തീരും, അതിനുവേണ്ടി അതിന്റെ ആദ്യ ഭാഗം തല ഉയർത്തി കാണുക എന്നുള്ള ഭാഗമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. And I am hearing such a lot of testimonies who are believing rightly, hearing rightly and taking steps towards it. ആ വചനം കേൾക്കേണ്ട പോലെ കേൾക്കുകയും അതിന് വില കൊടുത്ത് അത് ജീവിതത്തിലാക്കുകയും അതിനുള്ള സ്റ്റെപ്പുകൾ വെക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ ആ സാക്ഷ്യങ്ങൾ കേൾക്കാനും തുടങ്ങി. You heard a wonderful word right now. The one in me is greater. ഇന്നിപ്പോൾ ഒരു വചനം നിങ്ങൾ ഇപ്പൊ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നു, എന്നിലുള്ളവൻ സകലത്തിന്മേൽ. Can you shout and say, the one in me is greater? എല്ലാവരും എന്നിലുള്ളവൻ സകലത്തിലും വലിയവൻ. One in me is greater. എന്നിലുള്ളവൻ വലിയവൻ. But many times we don't depend on the one in me. I want to depend on someone else's Jesus. പലപ്പോഴും എന്നിലുള്ള യേശുവിനേക്കാൾ അധികം വേറെ ആരോ പറയുന്ന ഒരു യേശുവിനെ ആശ്രയിക്കാനാ വിശ്വാസി തുനിയുന്നത്. I believe that is what religion taught us. ഞാൻ വിശ്വസിക്കുന്ന നമുക്ക് നാളുകളായിട്ട് കിട്ടിയ മതപരമായ ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഈ ആശ്രയം വന്നത്. That God will do everything for us. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തോളും, ദൈവമേ അങ്ങ് പ്രവർത്തിച്ചോണേ. I strongly believe that it is because
we never want to take responsibility. We want to put a blame on someone. അത് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്ക് എടുക്കാൻ കഴിയില്ല. വേറൊരു ആശ്രയം ചെയ്ത് സകലത്തിന്റെ ഉത്തരവാദിത്തം മറ്റൊരാളുടെ തലയിലിടാനുള്ള ശ്രമമാണ്. Many times just think about yourself. അവരവരെ കുറിച്ച് തന്നെ ചിന്തിച്ചേ. When things don't happen, we blame. We make an excuse. He did not pray properly. The man of God is not anointed as before. The church I go is not having the presence as before. God is not as before. We want to blame on others than taking the responsibility that I am going to use the one in me who is greater. പലപ്പോഴും വിശ്വാസികൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ, പ്രാർത്ഥിച്ച ഒരു കാര്യ സമയത്ത് നടന്നില്ലെങ്കിൽ ഉടനെ മറ്റുള്ളവരുടെ മേലെ എൻ്റെ പഴി, അവർ ശരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, സഭയ്ക്കിപ്പോൾ പഴയ പോലെ കൃപയില്ല, ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചില്ല, ആരുടെയൊക്കെ മുന്നിൽ ആ പഴി ചാരുന്നതിന് പകരം എനിക്ക് ദൈവം തന്ന സാധ്യത, യേശു ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നവനെ ഉപയോഗിച്ച് ഞാൻ ഇതിനെ പൊട്ടിച്ചു വെളിയിൽ വരേണ്ട എൻ്റെ റെസ്പോൺസിബിലിറ്റി. We always are like that man who was on the pool side saying, no one is there to help me, how can I get up? ആ കുളക്കടവിൽ കടന്ന ആ മനുഷ്യനെ പോലെ മറ്റുള്ളവരുടെ മേൽ പഴിചാരുകയാണ്. എന്നെ ആരും കുളത്തിൽ ഇറക്കാനില്ല, എനിക്കാണ് കഴിവുമില്ല. But I have a good news that if you are ready, the word has been spoken, you can break the chain and stand up, arise, so that the world sees the glory of God through you. ആ മനുഷ്യനോട് കർത്താവ് പറഞ്ഞ, നിനക്ക് മനസ്സുണ്ടോ? അതുപോലെ ഇപ്പോൾ തന്നെ പറയാണ്, നീ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് തന്ന വചനവും ആ നിന്നിലുള്ള യേശുവിനെ നീ എടുത്തോണ്ട് നിനക്ക് കുതിച്ചെഴുന്നേറ്റ് നടക്കാൻ പറ്റും ഏത് പ്രതിസന്ധികളും. Stop blaming on others' prayers. Stop blaming other pastors. Stop blaming this and that, because you have the power. You are responsible. For God so loved the world, He has given His Son. Now it is how you use the possibility in Christ. ആകയാൽ ദൈവദാസന്മാരുടെ മേൽ പഴിചാരുന്ന നിർത്തുക, അവര് പ്രാർത്ഥിച്ചില്ലെന്ന് പറയുന്ന നിർത്തുക, സഭയുടെ മേൽ പഴിചാരുന്ന നിർത്തുക. ദൈവത്തിന്റെ വചനം തന്റെ ഏകജാതനായ പുത്രനെ നൽകി എന്നാണ്. ആ പുത്രനെ ഞാനാണ് ഉപയോഗിക്കേണ്ടത്. Please pray for me. Why do I ask someone else to pray? I have thought it many times. It partially it is to blame them that they did not pray, that is why I did not get healed. പലപ്പോഴും ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ എന്ന് പറയുന്നിടത്ത് ഞാനൊരു ആശ്വാസം കണ്ടെത്തുക. ഇനി അഥവാ കാര്യം നടന്നില്ലേലും അറിയാതെ നമ്മുടെ അകത്ത മനസ്സിലുള്ള ചിന്തയുണ്ട്, ഒന്നുമില്ലേലും ദൈവദാസം പ്രാർത്ഥിച്ച ശരിയായില്ലെന്ന് പറഞ്ഞ് എനിക്ക് ആ വിഷയത്തിൽ ആരുടെ മേലൊന്നും പഴിചാരി എനിക്കൊന്ന് രക്ഷപ്പെടാം. And also another big excuse is, might be it is not the will of God. അടുത്ത വേറൊരു ഒഴികഴിവ് പറയുന്ന, ഒരു പക്ഷെ ദൈവഹിതമല്ലായിരുന്നു. The will of God is that you be prosperous and be of good health. ദൈവത്തിന്റെ ഹിതം വ്യക്തമായി വചനം പറയുന്നു, നിങ്ങൾ സമൃദ്ധിയായിരിക്കണമെന്നും നല്ല ആരോഗ്യവാന്മാരായിരിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. Every day your youth is renewed. You are becoming stronger and stronger. Your inner man is perfect in Christ. He has the power to dispel everything of your life. എല്ലാ ദിവസവും എൻ്റെ യൗവനം പുതുകി വരും. എൻ്റെ അകത്തുള്ളതിനാൽ ഏത് എതിർ ശക്തികളുണ്ടോ അതിനെയെല്ലാം ഞാൻ ശാസിച്ചു വെളിയിലാക്കി ഞാൻ വെളിയിൽ വരും. When you hear the message of today, might be you feel I am blaming you. No, I am not blaming you. I am challenging you that you can do the impossible in Jesus Christ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങളെ പഴിചാരാനും നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങൾ വേണ്ട പോലെ ചെയ്തില്ലെന്ന് പറയാനല്ല, മറിച്ച് നിങ്ങൾക്ക് ഞാനൊരു വെല്ലുവിളി തരികയാണ്. നിങ്ങളുടെ അകത്ത് ലഭിച്ചവൻ ഈ ലോകത്തെക്കാൾ വലിയവനാണ്. നിങ്ങൾ വേണം അവനെ ഉപയോഗിച്ച് ചാടി എഴുന്നേക്കാൻ. I will continue to pray for people. I will continue to pray for everybody who calls me. Not that I'm not wanted to pray, but I want you to realize that you can stand on your feet. You can defeat every challenge. You are an overcomer. You are not going to be victorious. You started your life in victory in Christ Jesus. നിശ്ചയമായിട്ടും തുടർന്ന് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഞാനത് ഓർത്ത് പ്രാർത്ഥിക്കും. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ലെവലിൽ നിൽക്കാനല്ല, നിങ്ങളെ ജയാളികളാക്കാൻ നിങ്ങളുടെ കൂടെ തന്നവൻ, നിങ്ങളുടെ അകത്ത് തന്നവൻ, നിങ്ങളുടെ നാവിൽ തന്ന വചനം നിങ്ങൾ ഉപയോഗിച്ച് ജയാളികളാകണം. How long will others carry you?
എത്ര നാൾ മറ്റുള്ളവരെ ചുമന്നുകൊണ്ട് പോകും നമ്മളെ? How long will you depend on someone else to help you? നിങ്ങളെ മറ്റുള്ളവർ സഹായിക്കാൻ എത്ര നാൾ മറ്റുള്ളവരെ ആശ്രയിക്കും? The glory of God is in you, and in the glory everything is already given. ദൈവത്തിന്റെ മഹത്വമാണ് നിന്റെ അകത്ത് വെച്ചിരിക്കുന്നത്. സകല ആവശ്യമുള്ളതും ആ മഹത്വത്തിനകത്ത് Even നിക്ഷേപിച്ചിട്ടുണ്ട്. today, anyone is sick who is sitting over here, anyone is sick watching over there. Today is not the day of the healing. The healing was provided, but today when you hear the word, you will force it out of you, because God has provided the healing in Christ Jesus. ഇന്നിത് കണ്ടുകൊണ്ട് ലോക രാജ്യങ്ങളിൽ ഇരിക്കുന്നവർ, ഇവിടെ സംബന്ധിക്കുന്നവർ, നിങ്ങൾ ഓർപ്പിക്കട്ടെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോഴും സൗഖ്യം നിങ്ങളുടേതായി മാറും. പക്ഷെ ഇന്ന് ഇപ്പോൾ അല്ല സൗഖ്യം. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ക്രൂശിലെ അടിപ്പിണരുകളാൽ ഒരുക്കിയ സൗഖ്യം നീ കേൾക്കുമ്പോൾ, നീ വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോൾ അത് സംഭവിക്കും. Healing is yours, prosperity is yours, financial breakthrough, you don't have to pray because it is in you. Utilize it to become the head and never the tail. സൗഖ്യം നിന്റേതാണ്, ആരോഗ്യം നിന്റേതാണ്, ആ സമൃദ്ധി നിന്റേതാണ്. സാമ്പത്തികമായി ഭാര്യ വിതറി കൊടുക്കത്തക്കവണ്ണം നിന്റെ കയ്യിൽ ലഭിക്കുന്നത് ഉള്ളതാണ്. കാരണം വചനം നിന്നെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നു. I want to ask you a question who are sitting over here. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതോട് ഞാൻ ചോദിക്കട്ടെ, You are sitting on a chair. നിങ്ങളൊരു കസേരയിലാണ് ഇരിക്കുന്നത്. Now someone just comes and says, get up, this is my chair. ആരെങ്കിലും വന്നിട്ട് എഴുന്നേറ്റ് ഇത് എന്റെ കസേരയാന്ന് പറഞ്ഞു, What will you do? എന്തായിരിക്കും നിങ്ങൾ Will you say sorry sir and get out? ഇല്ല സാറേ സോറി ഞാൻ പൊക്കോളാന്ന് പറയൂ? No, you will say, from the beginning of the meeting I am sitting here, I am not going to budge, you go and find another chair. നിങ്ങൾ പറയും ഞാൻ ഈ മീറ്റിങ്ങിന് വന്നപ്പോൾ ഇവിടെ വന്നിരുന്ന, നിങ്ങൾ വേണേ വേറെ കസേര പോന്ന് പറയും. You will say that because you know in the physical realm. നിങ്ങൾക്ക് ഭൗതിക കാണാവുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ അത്ര അധികാരം നിങ്ങൾക്കറിയാം. You will not give your chair. നിങ്ങളുടെ കസേര വിട്ടുകൊടുക്കില്ല. The same way, അതുപോലെ തന്നെ healing is yours, സൗഖ്യം നിങ്ങളുടേതാണ്, health is yours, prosperity is yours. ആരോഗ്യം സമൃദ്ധി It is നിങ്ങളുടേതാണ്. the devil who is telling you do something else to get it. You പിശാചാണ് already പറയുന്നത്. have got it in Christ Jesus. പിശാചാണ് പറഞ്ഞത് നീ എന്താണ്ടൊക്കെ കൂടെ ചെയ്താലേ ഇത് കിട്ടുള്ളൂ. അല്ല, ക്രൂശിൽ എന്റെ അപ്പച്ചൻ എനിക്ക് വേണ്ടി ഒരുക്കിയത് അത് അനുഭവിച്ചേ ഞാൻ പോകത്തുള്ളൂ. Today, shake off the chain, shake off that failure, shake off that poverty, because the one in you is greater. ആകയാൽ ഇന്ന് ആ രോഗത്തെ കുടഞ്ഞു കളയുക, ആ ദാരിദ്ര്യത്തെ കുടഞ്ഞു കളയുക, ആ മടുപ്പിനെ കുടഞ്ഞു കളയുക. എന്തെന്നാൽ നിന്നിലുള്ളവൻ ലോകത്തെ ജയിച്ചവനാ. The one in you is greater. നിന്നിലുള്ളവൻ ജയിച്ചവനാ. Look, the one in you is greater. The one in you is greater. നിന്നിലുള്ളവൻ വലിയവനാണ്. One in you is greater. നിന്നിലുള്ളവൻ How many വലിയവനാണ്. of you believe that one in you is greater? നിങ്ങളിലുള്ളവൻ വലിയവനാണെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? 15, 16 ഈ കൈ പൊക്കുന്ന എന്തിനാണെന്നറിയോ? നമ്മുടെ അകത്തെ മനുഷ്യന് ഉറപ്പ് വരുത്താനാ. How many of you really believe the one in you is greater? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അകത്ത് ഒരാൾ ഉണ്ടെന്നും Greater. ആ ഉള്ള ആള് സകലത്തിനും വലിയവനാണ്. Greater. വലിയവൻ ഉന്നതൻ ഉന്നതൻ. All those who are watching me, greater. ഉന്നതൻ കണ്ടോണ്ടിരിക്കുന്നവർ ഉന്നതൻ. If you believe he is greater, your plans are greater than ever you think. നിന്റെ അകത്തുള്ളവൻ വലിയവനാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറ്റാരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലുതാണ്. Your plan is greater, your prosperity is greater, your health is greater, you are anointed more than your brethren. Greater. നിന്റെ ആരോഗ്യം വലുത്, നിന്റെ സമൃദ്ധി വലുത്, സകലത ഉന്നതം, നിന്റെ മറ്റേതിനേക്കാളും അത് വലുതാണ്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം, കൂട്ടുകാരിൽ പരമായി നിന്റെ കുടുംബക്കാരെക്കാളും നാട്ടുകാരെക്കാളും വീട്ടുകാരെക്കാളും വലുത്, സാമ്പത്തികമായി വലുത്, പദ്ധതികൾ വലുത്, എന്നിൽ ഇരിക്കുവൻ വലുതാണെങ്കിൽ എല്ലാ കാര്യവും വലുതായി ചിന്തിക്കും. എന്റെ അപ്പൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പന്റെ അകത്ത് ഇരുന്ന എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ അകത്ത് ഇരിക്കുന്നവനെ എനിക്ക് നന്നായി അറിയാം. വലുത് നല്ല ഒച്ചത്തിൽ വിളിച്ചു പറ, വലുത്. Hallelujah. Let this word sink in your spirit.
ഈ വചനം നിങ്ങളുടെ ആത്മാവുമായിട്ട് ഇഴുകിച്ചേരട്ടെ. When you walk, നിങ്ങൾ നടക്കുമ്പോൾ, that is why when Paul writes to Timothy, he says, conduct yourself. Know how to conduct yourself in the church, which is the foundation and pillar of truth. പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ നടക്കേണ്ടത്, ഇടപെടേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയുവിൻ. തോറ്റേ പോയേ, തല ഉയർത്തി. നാട്ടുകാർ ചോദിക്കടാ, തല ഉയർത്താൻ മാത്രം നിന്റെ അകത്ത് തന്നെ, നിന്റെ പോക്കറ്റിലൊന്നും കാണുന്നു. എന്റെ പോക്കറ്റിലല്ല കണ്ടെന്നിരിക്കുക, അകത്തിരിക്കുന്നവൻ വലുത്. I will not give up the responsibility that I have to take. ഞാൻ എടുക്കേണ്ട ഉത്തരവാദിത്വം വേറൊരാളുടെ തോളെ ചാരി ഞാൻ രക്ഷപ്പെടില്ല. I'm going to read a word which all of us know, but if you have the Bible, read it out for yourself. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വേദഭാഗം ബൈബിളിൽ നമുക്കൊന്ന് വായിക്കാം. It is from the book of Ephesians chapter 2. എഫേസ്യ ലേഖനം 2 നിന്നാണ്. How many of you desire to be better off than today? ഇന്നുള്ളതിനേക്കാൾ തുടർന്ന് എനിക്ക് മെച്ചമാകണം, ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈ ഉയർത്തി പിടിച്ചു. How many of you will say, I am going to arise? എത്ര പേര് പറയും ഞാനാണ് എഴുന്നേക്കാൻ പോകുന്നത്? ആരും പിടിച്ചെഴുന്നേക്കാൻ പോകുന്നില്ല. ആരും എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയല്ല. That is why the book of Ephesians says, you who are sleeping, get up from your sleep. അതുകൊണ്ടാണ് ഈ എഫേസ്യ ലേഖനത്തിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുമെന്നല്ല, ഉറങ്ങുന്നവനെ നീ എഴുന്നേൽപ്പിക്കുന്ന. Hallelujah. You know, I'll read that word and then come back to this word. Awake, you who sleep. Arise from the dead, and Christ will give you the light. ഉറങ്ങുന്നവനെ, അത് 4-ലല്ലേ? 5-ന്റെ 14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. The Bible says awake. ബൈബിൾ പറയുന്നു ഉണരുക. This is a different message. I'm not going to preach this next Sunday hopefully. Arise, awake first of all. ആദ്യം ഉണരുക, എഴുന്നേൽക്ക. ആദ്യം അതാ, awake. ഉണരുക. Can you say awake? അല്ലേ പറഞ്ഞ ഉണരുക. Many people awake but don't arise from the bed. ചില ആൾക്കാർ ഉണർന്ന് കട്ടിലെ തന്നെ കിടക്കും. കാണാമല്ലേ, എഴുന്നേറ്റ് കഴിഞ്ഞാലും തിരിഞ്ഞും മറിഞ്ഞും. But the Bible says, number 1, awake. Number 2, arise. Then the light will shine upon you. ബൈബിൾ പറയുന്നു ഒന്നാമത് ഉണരുക, 2 എഴുന്നേൽക്കുക, അപ്പോൾ പ്രകാശം നിന്റെ മേൽ വരും. Hallelujah. And then it says, തുടർന്ന് പറയുകയാണ്, redeem your time. സമയം തക്കത്തിൽ വിനിയോഗിക്കാന്ന് അടുത്ത വാക്യം. Knowing the purpose of God in your life. Spend your time not for useless things of the world, but understand the purpose why you are on this earth. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയണം, നീ സമയം തക്കത്തിൽ വിനിയോഗിക്കണം, ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് സമയം തക്കത്തിൽ വിനിയോഗിക്കുക, അല്ലാതെ വെറുതെ അതിനും ഇതിനും സമയം ലോകത്തിൽ കളയാതെ. Hallelujah. Hopefully, God willing, next week we will think about this. ദൈവം അനുവദിച്ചാൽ ആ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത ആഴ്ച കടക്കാം. Okay. Now, Ephesians chapter 2, verse 8. എഫേസ്യ ലേഖനം 2:8 ആദ്യം വരാം. By grace you have been saved. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. That not of yourself, it is a gift of God. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാവും. Not of works, lest anyone should boast. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. Grace, you have been saved through faith. കൃപയാലല്ലോ വിശ്വാസം മുഖാന്തരം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Grace has provided everything and we take it by faith. കൃപയാണ് സകലവും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത്,
ആ ഒരുക്കി വെച്ചത് നമ്മൾ എടുക്കുന്നത് വിശ്വാസത്താൽ. When you said Jesus is my Lord, യേശു എന്റെ കർത്താവാന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ all the 8 billion people on earth, salvation is free. ഇതിങ്ങനെ പറഞ്ഞ് രക്ഷ പ്രാപിപ്പാനുള്ള സ്വാതന്ത്ര്യം ലോകത്തിലെ 800 കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ട് അവർക്ക് യേശുവിനെ സ്വീകരിക്കാം. Did you pay anything to get saved? രക്ഷിക്കപ്പെടാൻ എന്തേലും പൈസ കൊടുക്കേണ്ടി വന്നോ? Did you pray more that you will be saved, or you were saved by just faith? രക്ഷിക്കപ്പെടാൻ കുറേ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നോ? അത് ഒറ്റ വിശ്വാസം, ഒറ്റ പറച്ചു. യേശുവേ എന്നൊരൊറ്റ വിളിയിൽ രക്ഷിക്കപ്പെട്ടവരാണോ ഇവിടെ ഇരിക്കുന്നതെന്നൊന്നും എനിക്ക് കണ്ടാൽ കൊള്ളായിരുന്നു. അതോ നിങ്ങൾ പൈസ വല്ലതും കൊടുത്തായിരുന്നോ? Just calling upon the name of the Lord Jesus, യേശുവേ എന്ന ഒറ്റ വാക്ക് വിളിച്ചപ്പോൾ you were saved. രക്ഷിക്കപ്പെട്ടു. Why? Because the provision of salvation was already provided in grace. കാരണം കൃപയാൽ എനിക്ക് കിട്ടേണ്ട രക്ഷ ഓൾറെഡി അവിടെ ഒരുക്കി വെച്ച് കഴിഞ്ഞിരുന്നു. Now if someone comes and tells you you are not saved, will you give up that salvation? ഇനി ആരിലും വന്നിട്ട് നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതല്ലെന്ന് പറഞ്ഞാൽ രക്ഷ ഇട്ടേച്ച് പോവോ? If someone comes and tells you, ആരെങ്കിലും വന്നിട്ട് പറയാന്നിരിക്കും, any preacher, even tomorrow I tell you, ഏതെങ്കിലും ഒരു പ്രസംഗനല്ല നാളെ ഞാൻ തന്നെയാന്നിരിക്കട്ടെ, I will come and tell you, no, this is not enough, you all have to pay me 10,000, then you will be saved. You say this is wrong doctrine. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ പറയാണ് നിങ്ങളുടെ രക്ഷ കറക്റ്റ് ആയിട്ടില്ല, ഒരു 10,000 രൂപ എനിക്ക് തന്നാലേ ബാക്കി രക്ഷയും കൂടെ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ആരിലും 10,000 രൂപ എനിക്ക് തരുമോ? ഒരിക്കലുമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയും. It was free. അത് സൗജന്യമാണ്. അത് വിശ്വാസത്താലാണ്. If salvation, which is the biggest miracle ever, that you became a child of God, നിങ്ങളൊരു ദൈവ പൈതലായി തീർന്നു രക്ഷിക്കപ്പെട്ടപ്പോൾ, അതാണ് ഏറ്റവും വലിയ അത്ഭുതം ലോകത്തിൽ സംഭവിച്ചത്. How many of you believe you are a child of God? നിങ്ങളൊരു ദൈവ പൈതലാണ് ആയി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈ ഉയർത്തി പിടിച്ചു. 15 പേര്. പിന്നെ ഈ കൈയൊക്കെ പൊക്കുന്നതിന് അർത്ഥമുണ്ട് കേട്ടോ. കൈ പൊക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഉറപ്പിക്കുകയാണ്, ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്നിൽ ഉറപ്പിക്കുക. ഹല്ലേലൂയ. Now I am a child of God. ഞാനൊരു ദൈവ പൈതലാ. Even if you don't believe it, I don't care. നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കത് വിഷയമല്ല. I am a child of God. ഞാൻ ദൈവത്തിന്റെ ഒരു പ്രിയ മകനാണ്. And this I got it free of cost. ഈ പുത്രത്വം എനിക്ക് കിട്ടിയത് സൗജന്യമായിട്ട്. And that is why after it says about grace, it now shows us how grace operated by faith. തുടർന്ന് ആ വാക്യം കഴിഞ്ഞാൽ ഉടനെ വിശ്വാസത്താൽ ഈ കൃപ എങ്ങനെ നമ്മളിൽ പ്രവർത്തിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. It is explaining how you were not having anything to do with God, but because what Jesus did on the cross, by the shedding of his blood, we became members of the household of God. ആ ഭാഗം പറയുന്നത് നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ക്രൂശിൽ യേശു നിവർത്തിച്ച ക്രിയയാൽ അതിലുള്ള വിശ്വാസത്താൽ എങ്ങനെ നമ്മൾ സൗജന്യമായി മക്കളായി ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി. That is why in Ephesians chapter 2 verse 11 to 19 is the whole gospel. അതുകൊണ്ടാണ് എഫേസ്യർ 2:11 മുതൽ 19 വരെ സുവിശേഷത്തിന്റെ ഒരു രത്ന ചുരുക്കം എങ്ങനെയാ രക്ഷിക്കപ്പെട്ട. It is explaining how God through various ages has now revealed grace which operated through faith, and how you became a member of the household of God. യുഗങ്ങളിലൂടെ ദൈവത്തിന്റെ ലോകാരംഭത്തിന് മുമ്പേ ഉണ്ടായിരുന്ന രക്ഷയുടെ പദ്ധതി യുഗങ്ങളിലൂടെ ഒടുവിൽ കൃപ എന്നതിൽ വെളിപ്പെട്ട് എന്റെയും നിങ്ങളുടേതുമായി ക്രിസ്തുവിൽ എങ്ങനെ കിട്ടി എന്നാണ് അവിടെ പറയുന്നത്. Faith gave access to grace. കൃപയിലേക്ക് എനിക്ക് വഴി തുറന്നത് വിശ്വാസം. Or grace was the door through which I could enter through faith. കൃപയാണ് വിശ്വാസത്താൽ എനിക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് സൗജന്യമായി പ്രാപിക്കാൻ കയറാൻ കിട്ടിയ വാതിൽ. If you read Romans 5:3, you will get the explanation. റോമാലേഖനം 5:3 വായിച്ചാൽ അതിന്റെ വിശദീകരണം കാണാം.
verse 2. Therefore, verse 1, having been justified by faith, we have peace with God through our Lord Jesus Christ. റോമർ 5:1 മുതൽ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. That was the biggest asset that you can have today, that is God is for you. ദൈവം നിങ്ങൾക്ക് വേണ്ടിയായി, ദൈവത്തോട് നിരപ്പായി സമാധാനമായി എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ലഭിക്കാവുമായിരുന്ന ഏറ്റവും വലിയ ഭാഗ്യം. God is in my favor. ഇന്നിപ്പോൾ ദൈവം എനിക്ക് അനുകൂലമായിരിക്കുന്നു. Can you shout and say, God is for me? എല്ലാവരും ഒന്ന് പറഞ്ഞ, ദൈവം എനിക്ക് അനുകൂലം. God is in my favor. ദൈവം എനിക്ക് ആനുകൂല്യവുമായി നിൽക്കുന്നു. God is in my favor irrespective of who I am. ഞാൻ ആരാണെന്നുള്ളതൊന്നും വിഷയമല്ല. ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ചത് മുതൽ ദൈവം എനിക്ക് അനുകൂലം. God is for me not because what I did. God is for me because what He Himself planned and did it through His Son Jesus Christ. ഞാൻ എന്തോ ചെയ്തത് വെച്ചല്ല ദൈവം എനിക്ക് അനുകൂലമായത്, മറിച്ച് എനിക്ക് വേണ്ടി തൻ്റെ പുത്രൻ മുഖേന ക്രൂശിൽ അവിടുന്ന് ചെയ്തത് ഞാൻ സ്വീകരിച്ചത് മാത്രമേ ഉള്ളൂ. That takes off the responsibility of me to work out something. രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തോ കർമ്മം ചെയ്യേണ്ടത് മുഴുവൻ എടുത്ത് മാറ്റിക്കളഞ്ഞു, അവൻ എനിക്ക് വേണ്ടി ചെയ്തു. And then verse 2, through whom, that is through Christ, തുടർന്ന് 2-ാം വാക്യത്തിൽ പറയാണ്, അവൻ മുഖാന്തരം we have access by faith into the grace in which we stand and rejoice in the hope of the glory of God. Blessed be the name of Jesus Christ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വായിച്ചാട്ടെ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നല്ല ഒച്ചത്തെ എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, യേശു മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. അടുത്ത വാക്യം, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. പ്രശംസിക്കുന്നു. Hallelujah. Amen. Again. അത് തന്നെയല്ല, through whom, that is through Jesus, അതായത് യേശുവിൽ കൂടെ we have access by faith വിശ്വാസത്താൽ നമുക്ക് into the പ്രവേശനം, grace. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം കിട്ടി. And rejoice in the hope because of the glory of God that has now been coming into me. എന്നിൽ വന്നിരിക്കുന്ന ദൈവമഹത്വത്തിന്റെ പ്രത്യാശയിൽ ഞാൻ ആനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. Hallelujah. Grace was supplied by God and we got everything in grace through faith. കൃപ ദൈവം എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് ഒരുക്കി വെച്ചിരുന്നു. അതിലുള്ള എല്ലാ നന്മകളും വിശ്വാസത്താൽ ഞാൻ പ്രാപിക്കുകയാണ്. Now look at the creation of God. ദൈവത്തിന്റെ സൃഷ്ടി ഒന്ന് നോക്കി. When He created in the Garden of Eden, ഏദൻ തോട്ടത്തിൽ തന്നെ ദൈവം സൃഷ്ടി ചെയ്യുമ്പോൾ, if you go to Genesis chapter 1, when God created, He created the grass, He created the fruit. I'll read out. 31 നോക്കുമ്പോൾ ദൈവം സൃഷ്ടിക്കുമ്പോൾ സകല ഫലമൂലാദികളെയും വൃക്ഷലതാദികളെയും എല്ലാം ദൈവം മനോഹരമായി സൃഷ്ടിച്ചതായി നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വായിക്കുന്നു. Just listen and soak the word you are hearing in the spirit. And I can guarantee you one thing, you will expel poverty, you will expel sickness, whatever grievous sickness you have, you will expel it out of you because Jesus has paid the price in full. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം പൂർണ്ണ ശ്രദ്ധയോടെ അത് ഉള്ളിൽ കുതിരട്ടെ. വചനം നിങ്ങളുടെ അകത്തെ മനുഷ്യരിൽ കുതിരുന്ന പോലെ ആകട്ടെ. അങ്ങനെ സ്വീകരിച്ചാൽ ദാരിദ്ര്യം, രോഗം, സകല തകർച്ചയും നിങ്ങൾ തന്നെ നിങ്ങളിൽ നിന്ന് പുറത്താക്കും. Especially now during the COVID season where people are all afraid of many things. Yes, we will take precaution, but fear will get out of you. You will repel everything out because you will understand what God has already done in your life. തിരുവചനം തിരിച്ചറിഞ്ഞ ഒരു ദൈവപൈതൽ
ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് മാസ്ക് വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കോവിഡിന്റെ കൂടെ ഒരു ഭയമുണ്ട്. ക്രിസ്തു എന്താണ്, ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസി ഇതിനെ ഒന്നും അനുവദിക്കത്തില്ല. അവൻ അതിനെ ഉള്ളിൽ നിന്ന് തന്നെ ബഹിഷ്കരിക്കും. The Bible says in Genesis chapter 1 and verse 11. ഉൽപ്പത്തി 1:11 വായിക്കുമ്പോൾ Everything God is creating. ദൈവം അവിടെ സകലം സൃഷ്ടിച്ചു. Let earth bring forth the grass. വായിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും. വിത്തുള്ള സസ്യങ്ങൾ. Now when God creates, ദൈവം സൃഷ്ടിക്കുമ്പോൾ he is a master planner. നമ്മുടെ കർത്താവ് പദ്ധതിയിടുന്ന ഒരു മാസ്റ്റർ പ്ലാൻ How many of ചെയ്യുന്ന. you believe God is your daddy? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പപ്പായാണ്? Can you shout and say, God is my father through Jesus? വിളിച്ചു പറഞ്ഞ യേശുവിലൂടെ ദൈവം എൻ്റെ ഡാഡിയാണ്. I am talking about creation. ഞാനിപ്പോൾ നമ്മുടെ ഡാഡി ചെയ്ത സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. Even before you and I were here, നമ്മളൊക്കെ ഈ ഭൂപരപ്പിൽ വരുന്നതിന് എത്രയോ മുമ്പ് only one person is being created, Adam. ഒരു വ്യക്തി ആദമിനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചു. But look at how God is doing the creation. ഈ ഒരാളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ സൃഷ്ടി എത്ര മനോഹരമായി, എത്ര വിശാലമായിട്ട് ദൈവം ചെയ്യുന്നതെന്ന് നോക്കി. It is because he knows the end before it began. കാരണം തുടക്കത്തിന് മുമ്പേ അന്തം അറിയുന്നവനാണ് കർത്താവ്. He knows your end before it began. നീ തുടങ്ങുന്നതിന് മുമ്പേ നിന്റെ അന്തവും കണ്ടിട്ടാ ദൈവം. Can you shout and say, a perfect plan of God is in me? എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്റെ കർത്താവ് എന്നെ കുറിച്ച് പെർഫെക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. But I have to take responsibility. എന്നാൽ ഞാൻ എടുക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ ഒന്ന് നല്ല ഒച്ചത്തിൽ പറഞ്ഞേ, ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണമെന്ന്. Hallelujah. Hallelujah. I have to take responsibility about myself. എന്നെ കുറിച്ച് ഞാൻ തന്നെ ഉത്തരവാദിത്തം എടുക്കണം. Yesterday a girl was calling me and saying she's planning to get married to a boy from one of our churches. നമ്മുടെ ഒരു സഭയിൽ നിന്ന് ഒരു പയ്യനുമായി വിവാഹം തീരുമാനമായിരിക്കുന്ന ഒരു മോൾ എന്നെ വിളിച്ചു. She said, I'm already planning to marry, but I want to listen from you the final word. എന്നോട് ഞാൻ ആക്ച്വലി ആ മകനുമായിട്ട് വിവാഹം തീരുമാനത്തിലേക്ക് വരികയാണ്. പക്ഷെ ഞാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ബ്രദറിന്റെ ഒരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു. Because I heard some negative about him from some people. കാരണം ആരൊക്കെയോ ആ പയ്യനെ കുറിച്ച് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. I told that girl, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, my job is to preach the gospel. എന്റെ ജോലി സുവിശേഷം പ്രസംഗിക്കലാണ്. I don't go after people and peep and see into their house what they are doing, are either obeying or not. ഏതെങ്കിലും ആൾക്കാരുടെ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കി അവരവിടെ എന്താ ചെയ്യുന്നെന്ന് നോക്കേണ്ട ജോലി. If they are obeying the word or not obeying the word. അവർ വചനം അനുസരിക്കോ അനുസരിക്കാതിരിക്കുവോ. My job is to preach. എന്റെ ജോലി പ്രസംഗിക്കുക. For a marriage or for any opinion, I will never give opinion. Why? Because I don't know what you did with the word you received. ഞാൻ ഈ കാര്യത്തിൽ ആ കല്യാണത്തിൽ ആ ആളെ കെട്ടണോ വേണ്ട തീരുമാനം ഞാൻ എടുക്കത്തില്ല. കാരണം നീ കേട്ട വചനം, ഞാൻ പ്രസംഗിക്കായിരുന്നു, നീ കേട്ട വചനം നീ എങ്ങനെ ഏറ്റെടുത്തതെന്ന് എനിക്കറിയില്ല. We preach the word. ഞങ്ങൾ വചനം പ്രസംഗിച്ചു. And the word we preach will never limit you. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങളെ ഒരിക്കലും ഇടുക്കത്തില്ല. It will only give you bigger vision and bigger dreams. ഞങ്ങളുടെ വചനം വിശാലതയും തല ഉയർത്തുന്ന കാഴ്ചപ്പാടേ തരത്തുള്ളൂ. And because Christ is in you, you will protect the salvation, because the glory is the thing that gives you everything. കാരണം നിങ്ങൾക്ക് ലഭിച്ച രക്ഷ, നിങ്ങളിലുള്ള മഹത്വം അത് സകലവുമുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. Now look at the creation of God. ദൈവത്തിന്റെ ഈ അന്ന് ആ സൃഷ്ടിച്ച സൃഷ്ടി ഒന്ന് The നോക്കി. Bible says, read it. ബൈബിൾ പറയാണ് സൃഷ്ടിയിൽ ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന. അതിൽ തന്നെ വിത്തുള്ള. God did not have to plant another apple tree to get apple. ദൈവം ഓരോ തവണ ആപ്പിൾ ഉണ്ടാകാൻ വേണ്ടി പുതിയ വിധ ആപ്പിൾ ട്രീ സൃഷ്ടിച്ചില്ല. അതിൽ തന്നെ വിത്തുള്ളതിനെ ആദ്യമേ സൃഷ്ടിച്ചു. ആപ്പിളിന്റെ സീസൺ തീർന്നല്ലോ, ഇനി അടുത്ത സീസണിന് വേണ്ടി നടറാ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ അകത്ത് തന്നെ വിത്ത് വെച്ചിട്ടുണ്ട്. That is look at the nature. നിങ്ങൾ പ്രകൃതി നോക്കി. It is thousands of years today. ആയിരക്കണക്കിന് വർഷങ്ങളായി, യുഗങ്ങളായി. Did man create a single thing? മനുഷ്യൻ ഒരു സാധനമെങ്കിലും ഇതുവരെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ?
let there be is still alive. അന്ന് ദൈവം പറഞ്ഞു വിട്ട ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്ക് ഇന്നും ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. Oxygen, നമ്മുടെ പ്രാണവായു. just imagine, you are exhaling carbon dioxide and the plants are taking the carbon dioxide and giving you oxygen. നമ്മൾ പകലെല്ലാം ഇരുന്ന് ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഉച്ഛ്വസിക്കുന്നു. അത് ഈ ചെടികളെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചിട്ട് നമുക്ക് ഓക്സിജൻ വിട്ടുകൊണ്ടിരിക്കുക. Thousands of years. ആയിരക്കണക്കിന് വർഷങ്ങളായി. At one time we said ozone has depleted. ഒരു സമയത്ത് കേട്ടു ഓസോണിന്റെ ലെയർ കീറുക. തോമസ് ബ്രദറിന്റെ സ്ഥിരം പ്രസംഗമായിരുന്നു. അല്ല, തങ്കച്ചായന്റെ. ഓസോൺ ലെയറുമായിട്ട് എനിക്ക് ബന്ധമില്ല. Hallelujah. But look, nature has its own way to correct everything. എന്നാൽ പ്രകൃതി എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ ആ ഓസോൺ ലെയറിന്റെ കഴുത്തെ അടച്ചു. അല്ലെ, ഈ കോവിഡ് സമയത്ത് ഒറ്റ വർഷം എല്ലാത്തിനും വീട്ടിൽ കയറ്റി ആ ഓസോൺ പാളി നന്നാക്കി. എല്ലാരും വണ്ടി ഓടിക്കാതിരുന്നോ ഇതൊക്കെ വിടായിരുന്നപ്പം അവിടെ നന്നാക്കി. ഒന്ന് കൈ വെച്ചിട്ട് പറഞ്ഞിട്ട്, ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ വിശ്വസിച്ചാൽ വിശ്വാസം തന്നെ ഒരു പ്രവൃത്തിയായി മാറും. Hallelujah. Have you ever been worried about such little things? ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? God through his word said it and even today it is working. ദൈവം തന്റെ വാക്കിനാൽ എന്തൊക്കെ നടക്കണമായിരുന്നത് അന്നേ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇന്നും അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. And then the Bible says on the 7th day he rested. എന്നിട്ട് പറയാണ് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. That does not mean God became so tired. ഇത്രയൊക്കെ സൃഷ്ടിച്ചില്ലേ, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. That does not mean he was tired. Means it was so perfect that he did not have to do anything else. അവിടെ വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശബത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ടാ ചെയ്തിരിക്കുന്നത്, ഇനി ഇരുന്ന് വറി ചെയ്യണ്ട, എല്ലാം കറക്റ്റ്. അതായി റെസ്റ്റ് എന്ന് പറയുന്നത്. Hallelujah. God rested means there was nothing more to do. Everything is in its position. Now he does not have to work anything anymore. ദൈവം റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ താൻ ചെയ്യേണ്ടത് മൊത്തം ചെയ്തു. ഇനി അത് കറങ്ങുന്നുണ്ടോ നോക്കി ഇരിക്കണ്ട, മാറിയിരിക്കാം. ഇനി അവനൊന്നും ചെയ്യുന്നില്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്തു. The Bible says, ബൈബിൾ പറയാണ്, now there is the same rest which God has for the children of God. എന്നിട്ട് എബ്രായ ലേഖനത്തിൽ പറയാണ്, അന്ന് ദൈവം എടുത്ത അതേ സ്വസ്ഥത ഇന്ന് ദൈവജനത്തിനുണ്ട്. We'll go to Hebrews chapter 4. എബ്രായ 4. Hallelujah. Listen to the message, everyone worldwide. ലോകമെമ്പാടുമുള്ളവർ ഇത് ശ്രദ്ധിക്കണേ. And apply this message in your life, and I will tell you, you will never taste poverty in your life. ഈ മെസ്സേജ്, ഈ കിട്ടുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ കേട്ടിട്ട് പോലെ ഓരോ ഘട്ടത്തിലും അപ്ലൈ ചെയ്ത് നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. There might come situations, but you will throw it out in Jesus name. ഒരുപക്ഷെ വിപരീത സാഹചര്യങ്ങൾ വരുന്ന പോലൊക്കെ തോന്നും, എന്നാൽ നിങ്ങൾ അതിനെ യേശുവിൻ നാമത്തിൽ വെളിയിലാക്കും. The Bible says in the book of Hebrews chapter 4. എബ്രായ ലേഖനം 4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Therefore 4:1 മുതൽ, therefore since a promise of entering into his rest, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. അവന്റെ സ്വസ്ഥത. വീണ്ടും ആവർത്തിച്ചു പറയാം, ജീവനും ഭക്തിക്ക് വേണ്ടിയത് മുഴുവൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ വേണ്ടിയത്. ആരോഗ്യം വേണോ? ആരോഗ്യം വേണോ? ഉറക്കെ പറഞ്ഞു. മാസ്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആരൊക്കെ പറയുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും അകത്തുനിന്ന് അങ്ങ് പറഞ്ഞാൽ മതി. മാസ്ക് മാറ്റണ്ട, പറഞ്ഞാൽ മതി. നിങ്ങൾ തന്നെ കേൾക്കാനായിട്ടാ. വിശ്വാസം കേൾവിയാലും. ആരോഗ്യം വേണോ?
ദീർഘായുസ് വേണോ? വേണം. സമ്പത്ത് വേണോ? വേണം. ഇത് മുഴുവൻ തന്നു കഴിഞ്ഞിരിക്കുക. അത് നിക്ഷേപിച്ചിരിക്കുന്നത് അകത്തെ മനുഷ്യനകത്ത. ആമേൻ. നാളെ കഴിഞ്ഞ് എൻ്റെ മകളുടെ കല്യാണം, അതും റെഡിയാ. അടുത്ത മാർച്ചിൽ കല്യാണമാ, പൈസ എവിടെ നിന്ന് വരും? അത് റെഡിയാന്നേ. ദാറ്റ് പീസ് ഓർ ഫെയ്ത്ത് ഈസ് കോൾഡ് റെസ്റ്റ്. ആ ഒരു സമാധാനം ഉണ്ടല്ലോ, ആ ഒരു വിശ്വാസം, ആ ഒരു ഉറപ്പ്, അതിന്റെ പേരാ റെസ്റ്റ് എന്ന് പറയുന്നത്, സ്വസ്ഥത. Faith in the grace. If grace saved me, rest, everything is lower. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എൻ്റെ ആത്മാവിന്റെ രക്ഷയായിരുന്നു. അതിന് ഞാൻ ഒന്നും ചെയ്തില്ല. ആ യേശുവിന്റെ നാമം വിളിച്ച് വിശ്വസിച്ചപ്പോൾ ഇത്രയും വലിയ രക്ഷ എനിക്ക് ഉറപ്പോടെ കിട്ടി. For sure and say, I will increase and never decrease. ആ രക്ഷ സൗജന്യമായി കിട്ടി എനിക്ക് സ്വസ്ഥമായെങ്കിൽ ബാക്കി എല്ലാം എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിളിച്ചു പറയും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കും. That is why the Bible says, do not give place to the devil. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്. Give place to God. ദൈവത്തിന് ഇടം കൊടുക്കുക. So that godliness will operate in your inner man. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവികത ഓപ്പറേറ്റ് ചെയ്യും. Now the Bible says, വായിച്ചു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം അവന്റെ സ്വസ്ഥതയിൽ. ഇത് ആർക്ക് വേണ്ടിയാ? ഈ സ്വസ്ഥത എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാ? 3 പേർക്ക് ആമേൻ പറഞ്ഞു. അവർക്കാ? ആർക്കോ? നമുക്ക്. എനിക്കാണോ ഇല്ലയോ? എനിക്ക്. കുറച്ച് ആംഗ്യമൊക്കെ കാണിക്കുന്നല്ല, വായൊക്കെ കാണാൻ മേല. എനിക്കാണ്. ആരോഗ്യം എന്റേതാ. ഒന്നുള്ള ഒച്ചതി പറഞ്ഞു, ആരോഗ്യം എന്റേത്, സമൃദ്ധി എന്റേതാ, ഉയർച്ച എന്റേതാ, തലമുറയുടെ നന്മ കാണുന്നത് എന്റേതാ, മക്കളുടെ കാണുന്ന എന്റേതാ. ആ ഉറപ്പുള്ളവരൊന്ന് ശബ്ദം ഉയർത്തി. മാസ്ക് ഉണ്ടെങ്കിലും ഹല്ലേലൂയ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. That peace which is associated with faith, വിശ്വാസത്തോടുകൂടെ ലഭിക്കുന്ന ആ സ്വസ്ഥത, if you have missed it, അതാർക്കെങ്കിലും ലഭിക്കാതെ പോയെങ്കിൽ, become afraid, meaning not to be fearful. You should say alarmed. No. How can this be? This is my chair till I get up. ആ സ്വസ്ഥത ആർക്കെങ്കിലും നഷ്ടപ്പെടുന്ന പോലെ തോന്നിയാൽ അവിടെ പേടിക്കണ്ട. പെട്ടെന്നൊരു അലാം അടിച്ചു പോലെ നിൽക്കണം. ആഹാ, ഇത് എന്റേതാ, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഈ കസേര, സൗദരി എഴുന്നേറ്റ്, ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ സൗദരി പറയും, ഈ യോഗം തീരുന്നത് വരെ ഇതെന്റെ കസേരയാ, നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ഇവിടുന്ന് എഴുന്നേക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പിശാച് തലമണ്ടയ്ക്കകത്ത് നുണയിടുമ്പോൾ, ഇല്ല കർത്താവ്, ഇല്ല പിശാച്, ഈ ആയുസിൽ യേശു എനിക്ക് വേണ്ടി ചെയ്തത് മുഴുവൻ ഞാൻ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. അത് പറയാൻ ധൈര്യമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. That is rest in faith. അതാണ് വിശ്വാസത്തിൽ സ്വസ്ഥത അനുഭവം. That is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, that I am reading it in English also for those who are watching in English. Therefore, since the promise ആകയാൽ ഈ വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ, promise, God has promised, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക. അവിടെ എല്ലാം വാഗ്ദത്തം എന്നാ പറയുന്നത്. God has promised, ദൈവം വാഗ്ദത്തം ചെയ്തു, Sabbath, rest in Christ Jesus. ക്രിസ്തുവേശുവിൽ ശബത്ത്, സ്വസ്ഥത, വാഗ്ദത്തം ചെയ്തു. Greater than Sabbath is here. യേശു പറഞ്ഞു, ശബത്തിലും വലിയവൻ ഇവിടെ ഉണ്ട്. He is the Prince of Peace. അവൻ സമാധാന പ്രഭുവാണ്. He is the author and finisher of our faith. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. He has given his faith into you. അവൻ നമുക്ക് തന്റെ വിശ്വാസം തന്നു. He has given his faith into us. അവൻ തന്നിലുള്ള അതേ വിശ്വാസം into us. അവന്റെ വിശ്വാസം എന്റെ അകത്ത്. Why has he given his faith into us? എന്തുകൊണ്ട് തന്റെ അതേ വിശ്വാസം എനിക്ക് തന്നു? You will rest
resist the devil, resist everything, knowing that you are powerful. പിശാച് കൊണ്ടുവരുന്നതിനെയും പിശാചിനെയും വേണ്ടാത്തതിനെയും നിങ്ങൾ എതിർത്ത് നിങ്ങൾക്കുള്ളത് പിടിച്ച് ഇവിടെ അനുഭവിച്ച് ജീവിക്കാന് അവന്റെ വിശ്വാസം നിന്റെ Why അകത്ത്. is the Holy Spirit given? എന്തിന് പരിശുദ്ധാത്മാവിനെ To തന്നു? help you to resist, ഇതിനെ help you to എതിർക്കാൻ. fight. You are a child of God. You are the heir of God. You have every promise. The Holy Spirit will tell you. പരിശുദ്ധാത്മാവിനെ എന്തിനു തന്ന്? നീ ദൈവത്തിന്റെ മകനെന്ന് നിന്നോട് സാക്ഷ്യം പറഞ്ഞ് ഈ അവകാശങ്ങൾ നിന്റേതാണ്, നീ വിട്ടുകൊടുക്കരുത് എന്നകത്തുറപ്പ് തന്ന് ക്രൂസിൽ നിനക്ക് വേണ്ടി ചെയ്ത് നിവർത്തിച്ചെടുത്തത് നീ അനുഭവിക്കാനുള്ളതാ എന്ന് നിന്റെ അകത്തോട്ട് എപ്പോഴും പറഞ്ഞ് നീ അതിനെ എതിർത്ത് അനുഭവിച്ച് നിന്നെ ജയാളിയാക്കാനാ പരിശുദ്ധാത്മാവിനെ തന്നത്. Hallelujah. Someone comes and says, Jubin, get out. It is not your chair. ജുബിനെ പോയെ, ഈ ചെയർ നിങ്ങൾക്കുള്ളതല്ലെന്ന് പറഞ്ഞാൽ, You are sitting in my chair. Get out. എന്റെ ചെയർ അത് ഇറങ്ങി പോ ജുബിനെ എന്ന് പറഞ്ഞാൽ, Holy Spirit is standing with Jubin. പരിശുദ്ധാത്മാവ് ജുബിന്റെ കൂടെ നിന്നിട്ട് പറയും, It is your chair. ഇത് നിന്റെ ചെയർ തന്നെ, It is your chair. നിന്റെ ചെയറാണ്, Don't get out of it. എഴുന്നേറ്റൊന്നും Healing is കൊടുക്കരുത്, yours. ഇത് സൗഖ്യം നിന്റേതാണ്, Prosperity is yours. സമൃദ്ധി നിന്റേതാണ്. Jesus has already paid it. പരിശുദ്ധാത്മാവ് യേശു ഇതിന് വില കൊടുത്താണ്. This is nonsense that he is telling. ഈ പിശാച് നിന്നോട് പറയുന്നത്, Come on, resist it. നീ അവനോട് The glory of God is in you. ദൈവമഹത്വം നിന്റെ I അകത്തുള്ളത്, am living in you. ഞാൻ നിന്റെ അകത്ത് I am ജീവിക്കുന്നുണ്ട്, God Almighty. ഞാൻ ദൈവം തന്നെയാണ്. You are not to give an inch. You just relax and sit down. നീ ഇത് കേട്ട് മടുക്കരുത്, നീ അവിടെ തന്നെ ഇരുന്നോ, നിന്റെ അവകാശം മുഴുവൻ പ്രാപിച്ചു. Hallelujah. ഹല്ലേലൂയ. If we don't enter into the rest, read the word. ഈ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിക്കുന്നില്ലെങ്കിൽ, Hallelujah. Amen. Hallelujah. ഒരു ചെറിയ ചുമ വന്നു, ഇത് കോവിഡ് തന്നെയായിരിക്കും, പോ വിശാചി എന്ന് പറയണം. Hallelujah. Learn to resist the devil. പിശാചിനെ എതിർത്ത് ഓടിക്കാൻ പഠിക്കണം. എന്ന് പറഞ്ഞു ഓടിക്കാൻ പഠിപ്പിക്കണമെന്ന്. ഓടാൻ ഇത്ര നാൾ ഓടിയില്ല, ഇനി ഓടിക്കുന്നവരായി തീരണം. ദാരിദ്ര്യത്തോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയണം. പിശാചിന് ഓടി നല്ല പരിചയമുള്ളതാണ്, നല്ല പരിചയമാണ്. കാര്യം അടി വാങ്ങിച്ച കുറച്ച് താമസിക്കുന്നേ ഉള്ളൂ, ചട്ടുള്ളതുകൊണ്ട്. ഇടി വാങ്ങിച്ച അതുപോലെയാണ്. Can you shout and say, I will increase and never decrease? വിളിച്ചു പറഞ്ഞ് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. Shout and say, I will increase and never decrease. വിളിച്ചു പറഞ്ഞ് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കും. Hallelujah. The Bible says, ബൈബിൾ പറയുന്നു, the promise of the rest is there. നമുക്ക് വാഗ്ദത്തം അവിടെ നിൽക്കുകയാണ് സ്വസ്ഥതയെ പ്രവേശിപ്പാൻ. He who promised is God himself. വാഗ്ദത്തം ചെയ്തവൻ ദൈവം തന്നെയാ. He said, you will have rest, you will have peace. അവനെ പറഞ്ഞ നിങ്ങൾക്ക് സമാധാനം, ആ റെസ്റ്റ് നിങ്ങൾക്ക് അനുഭവിക്കാം. Everything pertaining to life and godliness is already given. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുക. Can you shout? Children of God should be the richest person financially in the world. ദൈവമക്കളായിരിക്കണം ലോകത്തിൽ സാമ്പത്തികമായി ഏറ്റവും ഉയർച്ച കൊള്ളുന്നത്. ഇതെന്താന്ന് ചോദിച്ചാല് ചെറുപ്പം മുതലേ ഇത് തെറ്റാണ്, ദാരിദ്ര്യം. The Bible says, ബൈബിൾ പറയുന്നു, God gives you riches to enjoy. Riches. ദൈവം പറയാണ് നിങ്ങൾ ധാരാളമായി ആസ്വദിക്കാൻ അവൻ റിച്ചസ് തരുമെന്ന്. സമ്പന്നനാക്കുന്ന. Many believers become guilty when God starts blesses them. ദൈവം സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ പല വിശ്വാസികൾക്ക് ഉടനെ കുറ്റബോധമാണ്. അത്ര വലിയ വീട് വെക്കാവോ, ബാക്കിയുള്ളവർ എന്നാ വിചാരിക്കും? That is why the Bible says, do not stop me, I want to do something. അതുകൊണ്ടാണ് നീ എന്നെ ഒന്ന് തടയാതെ ഞാൻ നിനക്ക് ചിലത് ചെയ്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞു. Pastor Sunil, he is from Ahmednagar. He might be watching me. അഹമ്മദ്നഗറിലുള്ള പാസ്റ്റർ സുനിൽ ഒരുപക്ഷെ എന്നെ ഇപ്പോൾ കേട്ടോണ്ടായിരിക്കും. He came to meet me when he was totally depressed, going to commit suicide, he and his wife. താനും തന്റെ ഭാര്യയും ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിക്കുന്ന നിലയിൽ ഒരു സുവിശേഷം. Someone gave him my phone number. എന്റെ ഫോൺ നമ്പർ കൊടുത്ത് എങ്ങനെയോ അദ്ദേഹം കോട്ടയത്ത് വന്നു. I started talking with him. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. He was totally free.
ആ കേട്ട വചനം തന്നെ അങ്ങ് പൂർണ്ണമായി ഫ്രീ He ആയി. said, I'm going to go and work for Jesus. അതേപോലെ ഞാൻ പോകും, തിരിച്ച് അഹമ്മദ് നഗറിൽ പോകും, യേശുവിന് വേണ്ടി പേല ചെയ്യും. He started working. താനോട് സുവിശേഷ വേല തുടങ്ങി. Every day he will call. What is the meaning of this word? Shall I do this? Shall I do that? എല്ലാ ദിവസവും എന്നെ വിളിച്ചത് ഈ വചനത്തിന്റെ അർത്ഥം എന്നാ, ഞാൻ അത് ചെയ്യാമോ, അങ്ങനെ സ്റ്റെപ്പ് വെക്കാമോ എന്ന് ചോദിക്കും. From minus he started. താന് സാമ്പത്തികമായിട്ടും സുവിശേഷ വേലയിലും മൈനസ് ആയിരുന്നു. Even today when he fights with his wife, they both will come and sit with me in my house. ഇന്നും ഇപ്പൊ ഇടയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടെ എന്നേലും പറഞ്ഞറിയ വഴക്കുണ്ടായാൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ വരും. Once in 6 months he comes and meets me. 6 മാസത്തിലൊരിക്കലും ഇവിടെ നാട്ടിൽ വന്ന് എന്നെ കാണും. It's his must. He wants to sit and ask and ask and ask. What more shall I do? എന്റെ കൂടെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇനി എന്താ ചെയ്യണം. There is 30,000 plus members in his church today. ഇപ്പോൾ ആ ശൂന്യതയിലായിരുന്ന, തകർച്ചയിലായിരുന്ന വ്യക്തിയുടെ സഭയ്ക്കകത്ത് 30,000-ലധികം പേരായി. So he was going to build a house about 4-5 years before. 5 വർഷം മുമ്പ് താൻ ഒരു വീട് പണിയാൻ ആരംഭിച്ചു. He said, what type of house should I build? അദ്ദേഹം പറഞ്ഞു, ഏത് തരം വീട് പണിയണം? I said, it should be the tallest and the biggest house in your city. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സിറ്റിയിലെ ഏറ്റവും പൊക്കമുള്ള ഏറ്റവും വലിയ വീട് പണിയണം. He has built a 5-storied house. അദ്ദേഹം താൻ ഒരു 5 നില വീടാ പണിത്. He said, I felt guilty. Should I build it? But when you said, go ahead. എന്നാൽ ആദ്യം എനിക്കൊരു കുറ്റബോധം തോന്നി, ഇത്രയൊക്കെ എനിക്ക് പണിയാമോ? പക്ഷേ താങ്കളുടെ വാക്കുകൾ എൻ്റെ അകത്ത് ശക്തി പകർന്ന് ഞാൻ പറഞ്ഞു. ദൈവ മക്കളാണ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ദൈവമായി ഇത് മുഴുവൻ സൃഷ്ടിച്ചെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അന്ന് ആ ദൈവത്തിന്റെ, we have the mind of Christ. ആ ക്രിസ്തുവിന്റെ മനസ്സാ നമുക്ക് തന്നിരിക്കുന്നു. And the mind of Christ is not selfishness. When God gives, I enjoy and I help others also. ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല. ദൈവം എനിക്ക് അനുഗ്രഹം തരുമ്പോൾ ഞാനും അനുഭവിക്കും, ധാരാളമായി വിതയ്ക്കുകയും ചെയ്യും. In 2021 God is going to bless you so much. Don't feel guilty. 2021 ആർക്കും തടയാനാകാതെ വണ്ണം ദൈവം നിങ്ങളെ അതുപോലെ നിറഞ്ഞു കവിഞ്ഞ് അനുഗ്രഹിക്കും. I will tell you something, only you can limit God. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ പരിമിതപ്പെടുത്തുവാൻ സാധിക്കുന്ന ഏക വ്യക്തി നീയാണ്. In Psalm 78 the Bible says Israel limited the Holy One and made him angry. സങ്കീർത്തനം 78 ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇരിക്കുന്നത്, ഇസ്രായേൽ ദൈവത്തിനെ പരിമിതപ്പെടുത്തി അവന് കോപം ജ്വലിച്ചു. Go today, let you say, God, do whatever you want in my life. I am going to increase. I will be increasing. I will never feel guilty. ആകയാൽ ദൈവത്തോടെന്ന് പറഞ്ഞ, ദൈവമേ, ഞാൻ നിന്റെ കൈക്ക് കയറി പിടിക്കത്തില്ല. എന്നെ വിശാലപ്പെടുത്താവുന്നിടത്തോളം വിശാലപ്പെടുത്തിക്കോ, എന്നെ ഉയർത്താവുന്നിടത്തോളം ഉയർത്തിക്കോ, എന്നെ അനുഗ്രഹിക്കോ, കൂടാരത്തിന്റെ കുറ്റികളെ വിശാലമാക്കിക്കോ, അതിനെ ഞാൻ തടുത്തു കളയത്തില്ല. Some people say, I don't believe this. ചില ആൾക്കാർ പറയും, എനിക്ക് ഇതൊന്നും അത്ര വിശ്വാസം. That is why you don't have it. അതുകൊണ്ടാണ് നിങ്ങൾക്കതില്ലാത്തത്. If you believe it, നിങ്ങൾ വിശ്വസിച്ചാൽ it will happen in your life. നിങ്ങളുടെ ജീവിതത്തിലും വരും. That is why the Bible says they too heard the same gospel, but it did not profit for them because they did not mix it with faith. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ വായിക്കുന്ന, അവരും ഈ സുവിശേഷം കേട്ടുവെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉപകാരമായി വന്നില്ല, കാരണം അവരതിനെ വിശ്വാസവുമായി ചേർത്തില്ല. If you have faith, നിങ്ങൾക്ക് വിശ്വാസം which God has given you, ദൈവം നിങ്ങൾക്ക് തന്ന വിശ്വാസം, you will fight a good fight of faith. നിങ്ങൾ വിശ്വാസത്തിന്റെ ഒരു നല്ല പോര്, വിശ്വാസത്തിന് വേണ്ടി ഒരു പോര് ചെയ്യണം. I want to tell you something. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, The Bible says ബൈബിൾ പറയുന്നു, that the inner man is created like God in holiness and righteousness. നമ്മുടെ അകത്തെ മനുഷ്യൻ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന്റെ അതേ രൂപത്തിൽ Your സൃഷ്ടിക്കപ്പെട്ടു. inner man is fire. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, Your inner man is God himself. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ദൈവം തമ്പുരാൻ തന്നെയാ. It is the natural man that is thinking contrary to the God. ഈ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ അതേ മഹത്വമുള്ളവന് വിരുദ്ധമായി ആ താഴ്ന്ന് ചിന്തിക്കുന്ന നമ്മുടെ മനസ്സാണ്, ലോക മനസ്സ്. That is why the Bible says to carnal minded it is death, meaning you are dying, you are closing the plan of God. But to be spirit filled, it is peace and life. You will give life to your vision, you will give life to everything. Your vision will never die. അതുകൊണ്ടാണ് ജഡ മനസ്സ് ദൈവത്തിന്റെ വിരുദ്ധനാണ്, ദൈവത്തോട് ശത്രുത്വമാണ്, അത് മരണമാണ്. എന്നാൽ നിന്റെ അകത്തുള്ളത് എല്ലാത്തിനെയും ഉയർത്തുന്നതാണ്, ഉയരെ ചിന്തിക്കുന്നതാണ്. To be carnally
carnally minded is dead. You know, we preached means you will go to hell. No. It will spoil your vision. It will spoil your dream. You will speak death to the vision that God has in your life. But be spirit. It will give you life and peace. And peace is what is talking about rest. പ്രാകൃത മനസ്സ്, ലോക മനസ്സ് മരണമാണ്. അത് ദൈവത്തിന് വിരുദ്ധമായിട്ടാണ് ചിന്തിക്കുന്നത്. നീ നരകത്തിൽ പോകും, നീ അതല്ല അവിടെ. നമ്മുടെ ദർശനങ്ങളെ ജീവിപ്പിക്കുന്ന, ഉയർത്തുന്നതാ, വിശാലമാക്കുന്നതാണ് ദൈവത്തിന്റെ മനസ്സ്. And that is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് in verse 11, 11-ാം വാക്യം, let us therefore be diligent to enter that rest. Let us labor into that rest, lest anyone fall according to the same example of Israel through disobedience. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കണം. Now it is my job to stir myself up and resist the carnal thoughts that come into my mind. എന്റെ മനസ്സിലേക്ക് വരുന്ന ജഡിക, ആ ജഡത്തിന്റെ ചിന്തകളെ, നിരാശയുടെ, ആ താഴ്ചയുടെ മനസ്സിന്റെ ചിന്തകളെ എതിർത്ത് ഞാൻ സ്വസ്ഥത പ്രാപിക്കുമെന്നത് ഞാനാ തീരുമാനിക്കുന്നു. That is why the Bible says labor to enter the rest. ആകെയാണ് ഈ സ്വസ്ഥത, അതിൽ കയറുവാനായി നീ അധ്വാനിക്കാൻ പറയുന്നു. Why? Because the inner man is God. കാരണം എന്താണ്? നിന്റെ അകത്തെ മനുഷ്യൻ ഇപ്പോൾ തന്നെ ദൈവ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. All the supply, my God shall supply. How? According to the riches that is already inside of me. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം നമ്മുടെ അകത്ത് ഇപ്പോഴേ ഉണ്ട്. ആ മഹത്വം അതിൽ തന്നെ ദൈവം സകലവും തരുന്നു. It is already in me. അതിപ്പോൾ തന്നെ എന്റെ അകത്ത് വേണ്ടതെല്ലാം ഉണ്ട്. അത് എന്നിൽ നിക്ഷേപിച്ചിരിക്കുക. Health is in me. ആരോഗ്യം എന്റെ അകത്തുണ്ട്. Prosperity is in me. സമൃദ്ധി എന്റെ അകത്തുണ്ട്. God is in me. ദൈവം തന്നെ എന്റെ അകത്തുണ്ട്. Now contrary to that, whatever comes, I will labor, meaning I will fight a good fight of faith. ഇനി അതിനെതിരെ എന്ത് ചിന്ത വന്നാലും, എന്ത് താഴ്ന്ന ചിന്ത വന്നാലും, എന്റെ ഉള്ളിലുള്ളവനിൽ എന്തെല്ലാം ഉണ്ടോ അത് ഞാൻ അനുഭവിക്കുമെന്ന ഉറപ്പിൽ ഞാൻ സ്വസ്ഥത പ്രാപിക്കും. Oh, I have no money in my hand, what will I do? No, my God shall supply all my. How does faith operate? Faith speaks, faith talks. Nourish yourself with faith. ഓ, എന്റെ കയ്യിൽ ഇപ്പൊ പണമില്ല, ഒരു പ്രതിസന്ധിയിലൂടെ ഇല്ല, അത് ഞാൻ കാണത്തില്ല, അതെന്റെ മനസ്സിനെ ഭാരപ്പെടുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല, എന്റെ റെസ്റ്റ് ഞാൻ കളയത്തില്ല, അവന്റെ ധനത്തിനൊത്തവണ്ണം സകലവും എനിക്ക് പൂർണ്ണമായി തന്നു എന്ന് ഞാൻ വിളിച്ചു പറയും. എന്റെ ഉള്ളിലുള്ളവൻ പറയും, അത് ഞാൻ അനുഭവിക്കും. I want to tell you something. We will go to the message next Sunday also, but take responsibility what you have already got. It is a treasure that God has entrusted to you. ആകയാൽ നിങ്ങളുടെ അകത്ത് ദൈവം ഓൾറെഡി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതെടുത്ത് എഴുന്നേൽക്കേണ്ട റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഈ അത്യന്ത ധനം എന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുക. ഇത് സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ ദാനമായ തന്റെ മഹത്വം എന്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന അതിനെ സൂക്ഷിക്കേണ്ട ചുമതല എന്റേതാ. എങ്ങനെ ഞാൻ സൂക്ഷിക്കുന്നത്? വിശ്വാസത്താൽ. ഞാൻ വീണ് കിടക്കുന്നുവെങ്കിലും ഇടുങ്ങി പോകത്തില്ല, നശിക്കത്തില്ല, തീരത്തില്ല. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് പറയും. ആമേൻ. I have to take responsible. ഞാനാണ് അത് ഉണർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക്. Don't blame the church. സഭയെ കുറ്റപ്പെടുത്താതെ. Don't blame the men of God. ദൈവദാസന്മാർ അവർ പ്രാർത്ഥിച്ചില്ലെന്ന് പറയാതെ. Don't blame God. ദൈവത്തെയും കുറ്റം പറയാതെ. Whatever God had to do, ദൈവം ചെയ്യേണ്ടത് He has done it through Jesus. യേശുക്രിസ്തുവിലൂടെ ചെയ്തു കഴിഞ്ഞു. And today, ഇന്ന് the glory, the great glory is in you. ആ മഹത്വം നിന്റെ അകത്തിരിക്കുകയാണ്. Break loose that chains of lies that the devil has planted in you. പിശാച് കൊണ്ടിരുന്ന നിരാശയുടെയും ഇല്ലായ്മയുടെ എല്ലാ നുണകളും തകർത്തിട്ട് അകത്തുള്ളതിനെ. That's why the Bible says casting every thought into captivity. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് എല്ലാ ചിന്തകളെയും പിടിച്ചടക്കി. Into obedience to Christ. ക്രിസ്തുവിന്റെ അനുസരണത്തിലോട്ട് എല്ലാ ചിന്തകളെയും പിടിച്ചടക്കും. അവരും ഇവരും പറയുന്നതല്ല കേൾക്കണ്ടേ, അതിന് വില പോലും കൊടുക്കരുത്. എന്റെ നാഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതാ ഞാൻ വില കൊടുക്കാൻ പോകുന്നത്. Practice this. Practice this in your life every day. എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞത് പറയും, എന്റെ നാഥൻ ഇതാ ചെയ്തത്,
അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം, അത് ചെയ്യണം വീണ്ടും. Paul said, I die daily, meaning every day the devil would come with carnal thoughts. I will crucify it in. പൗലോസ് പറഞ്ഞു, ഞാൻ ദിനം തോറും ഈ മരണം മരിക്കുകയാണ്. പിശാച് ഓരോ ദിവസം വന്ന് ഈ ദൈവിക സത്യത്തിനെതിരെ എന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവനെ ഞാൻ എഴുന്നേൽപ്പിക്കത്തില്ല. എന്നിലെ ആ സ്വയത്തെ ഞാൻ ഡെയിലി നശിപ്പിക്കും. Something extraordinary is happening over here and all watching around. ഇപ്പോൾ തന്നെ ലോകമെങ്ങും കാണുന്നവരിലും ഇവിടെ വന്നിരിക്കുന്നവരിലും എന്തോ വലിയത് കർത്താവ് ചെയ്തു. Lift up your hands and start worshiping in the spirit. നമ്മുടെ കരങ്ങൾ ഉയർത്തി അന്യഭാഷകളിൽ Open your mouth and start speaking in the spirit. വായ് തുറന്ന് അന്യഭാഷകളൊന്ന് കർത്താവിനെ സ്തുതിക്കുക. ഓ നല്ലപോലെ ശബ്ദം ഉയർത്തി ദൈവത്തോട് സംസാരിക്കുന്നേ. ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയല്ല, ദൈവത്തോട് സംസാരിക്കുന്നത് അന്യഭാഷ. അത് ചങ്ങലകളെ പൊട്ടിക്കുന്നതാ, അവിശ്വാസത്തെ പൊട്ടിക്കുന്നതാ, ദാരിദ്ര്യത്തെ പൊട്ടിക്കുന്നതാ. നാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയാൻ മേലാത്തത് കൊണ്ട് ആത്മാവ് താൻ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഓ റാഖോല റാബാ സേദലെ രേഖേ റാംദലെ രേഖി ആനോറോഖോബ ഓ ശകല റാബാ സന്ദലെ. അതിനുശേഷമാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവന് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവന് അവന് നന്മ മാത്രമേ കാണത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സാഹചര്യങ്ങളല്ല, അതിനകത്തെ നന്മ മാത്രമേ കാണത്തുള്ളൂ. ഇന്ന് അന്യഭാഷയിൽ കണ്ണുകളെ അടച്ച് വിശാലത കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്തേ. 800 കോടി ജനത്തിന്റെ അടുക്ക് ഈ സുവിശേഷം എത്തും, ഹെവൻലി ഫീസിലൂടെ എത്തും. ഓ റാബാലാരഖ സേദലേരഖേ. വിശ്വസിക്കുന്നവർക്കായി Resist it. വലിയ പ്ലാൻ ചെയ്, വലിയ ചിന്തിക്ക്, ദൈവം ഉൾപ്പെടുത്താവുന്ന നിലയിലുള്ള പദ്ധതികളിട്. Come on, ആരാധിച്ചേ, ശബ്ദമുയർത്തി ആരാധിച്ചോ. കരമടിക്കണമെങ്കിൽ കരമടിച്ചോ, കരമുയർത്തണമെങ്കിൽ കരമുയർത്തിക്കോ. Be filled with the Holy Spirit. പരിശുദ്ധാത്മാവിൽ Be നിറയുക. filled with the Holy Spirit. പരിശുദ്ധാത്മാവിൽ Be നിറയുക. filled with the Holy Spirit. ആത്മാവിൽ Be നിറഞ്ഞ filled with the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ Every sickness, every pain, every thought of infirmity, എല്ലാ get out in Jesus' name. എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും എല്ലാ ക്ഷീണതകളും യേശുവിൻ നാമത്തിൽ പുറത്താക്കിയാട്ടെ. Every spirit of poverty, go in Jesus' name. എല്ലാ ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ ബഹിഷ്കരിച്ചാട്ടെ. We are calling east, west, north and south. Release souls into the church. ഇപ്പോൾ തന്നെ ഇടത് തെക്ക് വടക്ക് അരിഞ്ഞാറ് സകലവും ആത്മാക്കളെ സഭയിലേക്ക് ഞങ്ങൾ റിലീസ് ചെയ്യാം. Oh Rababa, come on. കോട്ടകളെ ഇടിച്ച്, ചിന്തകളെ ഇടിച്ച്, നിങ്ങളുടെ വാമൊഴിയായി പറഞ്ഞ വേണ്ടാത്ത വാക്കുകളെ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പിടിച്ചു കെട്ടിക്കേ. പോലെയല്ല, കണ്ണടച്ച് നിങ്ങൾ ഇന്ന് മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളിയുടെ മോളിൽ വാഴുന്നത് കണ്ടുകൊണ്ട്. ഇത് സൈന്യത്താലല്ല, നമ്മുടെ ബലത്തിലല്ല, ഇത് നമ്മുടെ ബുദ്ധി കൊണ്ടുമല്ല, നമ്മുടെ ശക്തി കൊണ്ടുമല്ല, ക്രിസ്തു യേശുവിൽ ആയതുകൊണ്ട്. അതാ നമ്മുടെ ധൈര്യം. ദൈവത്തോടുള്ള നമ്മുടെ ധൈര്യം നമ്മളിൽ നിന്നും വന്ന പ്രാപ്തിയല്ല, ദൈവത്തിന്റെ ദാനമാ. The sufficiency that we have is not for ourselves. This is the boldness
boldness that we have towards God, that the sufficiency is the gift of God. ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ഇതാണ് ഞങ്ങൾക്ക് ദൈവത്തോടുള്ള പ്രാഗൽഭ്യം. ആ പ്രാപ്തി അവങ്കൽ നിന്ന് വരുന്ന. ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, all those who are watching us, all those who are here, you have the ability. നിന്റെ അകത്താണ് ശക്തി, നിന്റെ അകത്താണ് ശക്തി. You have the ability. നിന്നിലാണ് എന്റെ പ്രാപ്തി. You have the glory. നിന്റെ അകത്താ മഹത്വം. Use it. അതിനെ ഉപയോഗിക്കുക. Use it. ഉപയോഗിക്കുക. Use it. ഉപയോഗിക്കുക. Use the name of Jesus. യേശുവിന്റെ നാമം ഉപയോഗിക്കുക. Use the gift of tongues. കൃപാവരങ്ങൾ ഉപയോഗിക്കുക. Ask the help of the Holy Spirit. അന്യഭാഷ ഉപയോഗിക്കുക. It is for you. പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുക. It is for you. നിനക്ക് വേണ്ടിയാ. It is for you. നിനക്ക് വേണ്ടിയാ. That Jesus died and gave him the Holy Spirit. യേശു നിനക്ക് ആത്മാവിനെ തന്നു. അതാ റോമർ 5:1 പറയുന്നത്, ഇനി ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. റോമർ 2 പറയുന്നത്, ഈ കൃപയിലേക്ക് വിശ്വാസം മുതൽ പ്രവേശനമുണ്ട്. അതിന്റെ 17 പറയാൻ, നീതിയുടെയും കൃപയുടെ ദാനം ലഭിച്ചവർ ഈ ലോകത്തിൽ എത്ര അധികം വാഴും. ജീവനിൽ വാഴും. ഉപവസിച്ച വാഴുന്നല്ല, ബന്ധനം അഴിക്കുകയല്ല. You are free in Jesus. നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വതന്ത്രരാണ്. Your inner man is like God. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ദൈവ രൂപത്തിലാണ്. Use the inner man to flush everything out of your outer body. നിങ്ങളുടെ അകത്തുള്ള ഈ പുതു മനുഷ്യനെ, ദൈവ രൂപത്തിലുള്ളവനെ ഉപയോഗിച്ച് നിങ്ങളുടെ അകത്ത് വേണ്ടാത്ത എല്ലാത്തിനെയും ഫ്ലഷ് ഔട്ട് ചെയ്ത് വെളിയിടുക. He is fire. അവൻ അഗ്നിയാണ്. He is consuming fire. അവൻ ദഹിപ്പിക്കുന്ന He അഗ്നിയാണ്. will consume every infection. He will consume every poverty. He will consume everything. He is a man of fire. എല്ലാ രോഗാണുബാധയും അത് കത്തിച്ചു കളയും. എല്ലാ ദാരിദ്ര്യത്തെയും അത് കത്തിച്ചു കളയും. അതെല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു കളയും. Just lift your hands. കരങ്ങൾ ഉയർത്താം. Close your eyes and see yourself this whole week conquering upon everything. ഈ ആഴ്ച മുഴുവൻ സകലത്തെയും ജയിച്ചു വാഴുന്ന ഒരു ജീവിതം കണ്ടാട്ട്. This week you will receive things which have been held up for many years, many weeks, things and blessings that have been held up. The moment you take responsibility about yourself. വർഷങ്ങളായി പിടിച്ചു വച്ചിരുന്ന, അടച്ചു വച്ചിരുന്ന, തടഞ്ഞു വച്ചിരുന്നത് നിങ്ങൾക്കായി ഈ ആഴ്ചയിൽ അത് വെളിപ്പെട്ടു വരും. എപ്പോൾ? ഉത്തരവാദിത്തം എനിക്കാണ്, ഞാനാണ് എതിർക്കേണ്ടതെന്ന് മനസ്സിലാവും. കൽപ്പിക്കണം. God has given the church, ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുക, the name of Jesus, യേശുവിന്റെ നാമം, the Holy Spirit, പരിശുദ്ധാത്മാവ്, the gift of tongues, അന്യഭാഷ വരം. not to become religious. Religion makes you depend on religion. Jesus Christ has set you free. മതപരമായ ഒരു ആചാരത്തിലേക്ക് പോകുന്ന അല്ല ഇതൊന്നും. മതം എപ്പോഴും അതിൽ തന്നെ നിന്നെ ആശ്രയിക്കാൻ പഠിപ്പിക്കും. എന്നാൽ യേശു നിന്നെ സ്വതന്ത്രനാക്കി നിന്റെ കാലിൽ നിന്നെ നിർത്തും. Don't depend on religion. Don't depend on us. മതത്തിൽ ആശ്രയിക്കരുത്. ശുശ്രൂഷകരായി ഞങ്ങളിലും ആശ്രയം വെക്കരുത്. You have the same exceeding power that was in Christ Jesus. ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ അതിമഹത്തായ ശക്തി, അതേ ശക്തിയാണ് നിന്നിൽ വ്യാപരിക്കുന്നത്. By faith. വിശ്വാസത്താൽ. By faith. വിശ്വാസത്താൽ we will overcome the world. അവൻ ലോകത്തെ ജയിക്കും. Lift your hands and say thank you Jesus. കരങ്ങൾ ഉയർത്തി പറഞ്ഞ യേശുവേ. Open your mouth and just explode in the Holy Spirit. വായ് തുറന്ന്
ആത്മാവിൽ അകത്തൊരു വിസ്ഫോടനം Explode in the Holy Spirit. അകത്തൊരു ആത്മാവിന്റെ വിസ്ഫോടനം നടക്കട്ടെ. Robalara kasenere. Kerebo shaturana Relo gausianto. rokoniala Rebala karabo rabasekelere. shaturana boshande. Rolo roko. Shout, let all that dirt from the lungs come out and let the new resurrection power go into your lungs. അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ആ ശ്വാസകോശത്തിനകത്ത് കിടക്കുന്ന എല്ലാ അണുബാധയുടെ പൊടികളും യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. യേശുവേ